സംബന്ധിച്ചിടത്തോളം അവർക്ക് അംഗീകാരമുള്ളതോ അവർ വൈദഗ്ധ്യമുള്ളതോ ആളുകളല്ല എന്നതാണ്, അത് അംഗീകരിക്കത്തക്കതല്ല എന്നാണ് ഹരിത ട്രിബ്യൂണൽ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഈ തരത്തിലെല്ലാം ഒരു വിമാനത്താവള കമ്പനിക്ക് വേണ്ടി അനധികൃതമായി നിയമലംഘനം നടത്തിക്കൊണ്ട് ഇടപെടൽ നടത്തിയ ഒരു ഗവൺമെന്റിനേറ്റ കനത്ത തിരിച്ചടിയാണ് ഈ വിധി. പ്രാഥമികമായി ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് പരിസ്ഥിതി ആഘാത പഠനം നടത്താൻ നിയോഗിക്കപ്പെട്ട കമ്പനിക്ക് വേണ്ട യോഗ്യതയുണ്ടായിരുന്നില്ല എന്ന് ഹരിത ട്രൈബ്യൂണൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. പൊതു തെളിവെടുപ്പ് നടന്നിട്ടില്ല എന്നതും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അതിനപ്പുറത്ത് വേറെന്തൊക്കെ നിരീക്ഷണങ്ങൾ കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്? ഈ പറയുന്നത് പോലൊരു സാങ്കേതികമായ പ്രശ്നം ഉന്നയിക്കുക മാത്രമാണോ ഹരിത ട്രൈബ്യൂണൽ ചെയ്തിരിക്കുന്നത്? ഒന്ന്, പരിസ്ഥിതി ആഘാത പഠനം നടത്തേണ്ട ഏജൻസിയെ നിശ്ചയിക്കേണ്ടത് സ്വകാര്യ കമ്പനിയാണോ സർക്കാരാണോ? അങ്ങനെ തെറ്റായ ഒരു ഏജൻസിയെ നിയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തം സർക്കാരാണ് നിയോഗിക്കുന്നതെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തം സർക്കാരിനില്ലേ? ഞാൻ ആദ്യം സംസാരിച്ചപ്പോൾ ഇന്നത്തെ ഗ്രീൻ ട്രൈബ്യൂണലിൻ്റെ വിധിന്യായം കൊണ്ട് കേരളത്തിലെ നിയമങ്ങൾ, ഭൂപരിഷ്കരണവും വയൽ സംരക്ഷണവും ഉൾപ്പെടെയുള്ള നിയമങ്ങൾ ലംഘിച്ചതിൻ്റെ പേരിലാണ് അവിടെ അനുമതി റദ്ദാക്കപ്പെട്ടത് എന്ന് വന്നിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ തെറ്റാണ്, ഞാനത് പിൻവലിക്കുന്നു. ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ഞാൻ പറഞ്ഞത് ഇത്രയും നിയമവിരുദ്ധമായ പ്രവൃത്തികൾ കേരളത്തിൽ നടന്നു, അത് കേരള സർക്കാരിന് മുമ്പിൽ വന്നു, അതിനെയെല്ലാം മറികടക്കുന്ന രീതിയിൽ സംസ്ഥാന സർക്കാർ ഈ പ്രോജക്റ്റിനെ സപ്പോർട്ട് ചെയ്തു. എന്നിട്ട് പോലും പരിസ്ഥിതി ക്ലിയറൻസുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിൻ്റെ നിലനിൽപ്പ് ഗ്രീൻ ട്രൈബ്യൂണൽ തള്ളി എന്നുള്ളതാണ്. അത് സ്പെസിഫിക്കായി വന്നാൽ 3 കാരണങ്ങളാണിന്ന്. ഞാൻ ആ കോടതിയിൽ ഈ കേസിൻ്റെ ആദ്യം മുതൽ ഇന്ന് വരെയുള്ള എല്ലാ ദിവസങ്ങളിലും പങ്കെടുത്തിട്ടുള്ള ഒരാളാണ്. ആ കേസിൽ KK റോയ്സിന് വേണ്ടി അപ്പിയർ ചെയ്തിട്ടുള്ള ഒരു അഭിഭാഷകനാണ്. ഞങ്ങളാണ് വാസ്തവത്തിൽ ഈ കേസിൽ ഈ ചോദ്യം ചെയ്ത ഏജൻസിയുടെ കോമ്പിറ്റൻസി ചോദ്യം ചെയ്ത ഏക കക്ഷി. ഈ കോമ്പിറ്റൻസി ഇല്ല എന്നുള്ളതിന് ഞങ്ങൾ MOEFൻ്റെ തന്നെ പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ മുഴുവൻ രേഖകളും കോടതിയിൽ ഹാജരാക്കിയിരുന്നു. ഞങ്ങളെ എതിർക്കുകയാണ് സംസ്ഥാന സർക്കാർ ചെയ്തത്. പ്രധാനമായി 3 കാര്യങ്ങളാണ് ഇന്നത്തെ വിധിന്യായത്തിൽ പറയുന്നത്. ഒന്ന്, നേരത്തെ ശിവദാസൻ നായർ ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ ഏജൻസിക്ക് പഠനം നടത്താനുള്ള കോമ്പിറ്റൻസി ഇല്ല. അതിൽ എല്ലാം ഉൾപ്പെട്ടു. അവർ വേണ്ട രീതിയിൽ പഠനം നടത്തിയിട്ടുണ്ടോ, ആ പഠനം അപൂർണമാണോ എന്നുള്ള കാര്യങ്ങളെല്ലാം ഉൾപ്പെട്ടു. അവർക്കത് നടത്താനുള്ള അംഗീകാരം പോലുമില്ല. അപ്പം അതാണ് എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റിനെ സംബന്ധിച്ച് കോടതിയുടെ നിരീക്ഷണം. രണ്ടാമത്തെ കാര്യം, പബ്ലിക് ഹിയറിംഗ് നിയമപരമായി അല്ല നടത്തിയത്, അത് ടെക്നിക്കലല്ല, മറിച്ച് നിയമം പാലിച്ചില്ല എന്നുള്ളതാണ് പ്രശ്നം. ഇത്രയധികം ആളുകൾ, MLA ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം എതിർത്തത് പിന്നീടാണ്. കൃത്യമായി പബ്ലിക് ഹിയറിംഗ് നടന്നിരുന്നെങ്കിൽ എങ്ങനെയായിരുന്നു പദ്ധതിയെ സ്വാധീനിക്കാവുന്നത് എന്നതുകൊണ്ട് നിയമവിരുദ്ധമായി അത് നടത്തി എന്നുള്ളതാണ് കണ്ടെത്തിയത്. മൂന്നാമത് ഒരു കാരണം കൂടിയുണ്ട്. എക്സ്പേർട്ട് അപ്രൈസൽ കമ്മിറ്റി, പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ കീഴിലെ വിദഗ്ധ സമിതി ഈ കാര്യങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ട് വേണമായിരുന്നു ഈ ക്ലിയറൻസ് പരിശോധിക്കാൻ. അത് പരിശോധിക്കുന്നതിന് പകരം അവർ നിയമവിരുദ്ധമായി, ഇല്ലീഗലി എന്ന വാക്കാണ് ഉപയോഗിച്ചത്, നിയമവിരുദ്ധമായി ഇതിന് അംഗീകാരം നൽകി. 3 കാര്യങ്ങളാണ്. ഈ 3 കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇന്ന് ക്ലിയറൻസ് റദ്ദാക്കിയത്. അപ്പോൾ അതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി, എക്സ്പേർട്ട് അപ്രൈസൽ കമ്മിറ്റി എന്തുകൊണ്ട് ഈ കാര്യങ്ങൾ പരിഗണിച്ചില്ല? അവരെ ആരാണ് തെറ്റിദ്ധരിപ്പിച്ചത്? സംസ്ഥാന സർക്കാരിൻ്റെ വാദഗതികൾ ഗ്രീൻ ട്രൈബ്യൂണലിൽ എന്തൊക്കെയായിരുന്നു? സംസ്ഥാന സർക്കാരിന് ഈ കേസിൽ പ്രത്യേകിച്ച് റോളൊന്നുമില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അവിടെ അഡ്വക്കേറ്റ് ജനറൽ 3 തവണ ഹാജരാവേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. അഡ്വക്കേറ്റ് ജനറൽ പ്രധാനമായി ഉന്നയിച്ച വാദങ്ങൾ 3 ആണ്. ഒന്ന്, ഇങ്ങനെയൊരു കേസുമായി ഈ കോടതിയിൽ വരാൻ ഈ അപ്പലൻസിന് ആർക്കും അവകാശമില്ല, അവരാരും ആറന്മുളയിലെ യഥാർത്ഥ പ്രതിനിധികളല്ല, അതുകൊണ്ട് ഈ കേസ് തള്ളണം. രണ്ടാമത്തെ വാദം, സംസ്ഥാന സർക്കാരിൻ്റെ ഒരു പോളിസി ഡിസിഷനാണ് ആറന്മുള വിമാനത്താവളം വരണമെന്നുള്ളത്. അതിൻ്റെ എന്ത് തന്നെ പരിസ്ഥിതി പ്രശ്നങ്ങളായാലും ഞങ്ങൾ നോക്കിക്കൊള്ളാം, അതുകൊണ്ട് ഈ ട്രൈബ്യൂണൽ ഈ കേസിൽ ഇടപെടാൻ പാടില്ല എന്ന് സുപ്രീം കോടതി വിധിയുണ്ട്, അതുകൊണ്ട് ഈ ട്രൈബ്യൂണൽ ഈ കേസ് കേൾക്കാൻ പാടില്ല. മൂന്നാമത്തെ കാര്യം, കേരള ഹൈക്കോടതിയിൽ ചില കേസുകൾ നിലവിലുണ്ട്, അതുകൊണ്ട് ഈ ട്രൈബ്യൂണൽ ഈ കേസ് കേൾക്കാൻ പാടില്ല. ഇങ്ങനെ 3 കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ഇത് പോളിസി ഡിസിഷനാണ്, കേരള സർക്കാർ ഈ പദ്ധതിയുമായി മുമ്പോട്ട് പോവുകയാണ്, ഗ്രീൻ ട്രൈബ്യൂണലിൽ ഇടപെടാൻ അവകാശമില്ല എന്ന വാദം പറയാനാണ് 3 തവണ അഡ്വക്കേറ്റ് ജനറൽ പോയത്. ആ വാദഗതി കോടതി പൂർണ്ണമായി തള്ളിക്കളഞ്ഞു. ഇന്നത്തെ വിധിന്യായത്തിൽ അത് വളരെ വ്യക്തമാണ്. അതാണ് സർക്കാരിനേറ്റ തിരിച്ചടി. വാസ്തവത്തിൽ സർക്കാർ ഇതിൽ ആരുടെ കൂടെയായിരുന്നു? പരിസ്ഥിതി സംരക്ഷിക്കാൻ പോയ സാധാരണക്കാരുടെ കൂടെയായിരുന്നോ? പരിസ്ഥിതി നിയമങ്ങൾ ലംഘിച്ചു എന്ന് പ്രഥമദൃഷ്ടിയാ കണ്ടെത്തുന്ന കോടതിയുടെ കൂടെയായിരുന്നോ? കമ്പനിയുടെ കൂടെയായിരുന്നോ? വേട്ടക്കാരൻ്റെ കൂടെയായിരുന്നു സർക്കാർ. അതുകൊണ്ടാണ് ഈ കേസിൽ സർക്കാർ, എന്തുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ ഇതൊരു സർക്കാരിൻ്റെ നയപരമായ തീരുമാനമാണ്, ആറന്മുള വിമാനത്താവള പദ്ധതി നടപ്പാക്കുക എന്നത് സംസ്ഥാന സർക്കാരിൻ്റെ നയപരമായ തീരുമാനമാണ്. പാരിസ്ഥിതിക പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് സർക്കാർ പരിഗണിച്ചുകൊള്ളാം, ദേശീയ ഹരിത ട്രൈബ്യൂണൽ ഇതിനകത്ത് ഇടപെടേണ്ട കാര്യമില്ല എന്നൊരു വാദം ഉന്നയിക്കണമെങ്കിൽ സ്വാഭാവികമായും
KGS എന്ന കമ്പനിക്കപ്പുറത്ത് സംസ്ഥാന സർക്കാരിന് ഈ പദ്ധതിയിൽ താൽപ്പര്യമുണ്ട് എന്ന് തന്നെയാണ് അർത്ഥം. ആ നിലയ്ക്ക് എടുക്കുമ്പോൾ സംസ്ഥാന സർക്കാരിന് ഈ വിധി ഒരു തിരിച്ചടിയാണ്. ഇത് ആദ്യം ഒരു കാര്യം മനസ്സിലാക്കുക. ഇവിടെ ഒരു പ്രോജക്റ്റ് വേണമോ വേണ്ടയോ, അത് സ്വകാര്യ മേഖലയിലാണെങ്കിലും അല്ലെങ്കിലും പ്രോജക്റ്റ് നടപ്പിലാക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ ഉള്ള പോളിസി ഡിസിഷൻ എടുക്കേണ്ടത് ഗവൺമെൻറ് തന്നെയാണ്. ഗവൺമെൻറ്റിനല്ല ഈ തീരുമാനങ്ങൾ. ഒരു വിമാനത്താവളം വരണം എന്ന പ്രോജക്റ്റ് പോളിസി ഡിസിഷൻ എടുത്തത് അന്യായമായ താല്പര്യം മൂലമാണ് എന്ന് ആണല്ലോ ഇപ്പോൾ ഉന്നയിച്ച ആരോപണം. അങ്ങനെയാണെങ്കിൽ ഞങ്ങളല്ലല്ലോ ആരോപണത്തിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത്. പോളിസി ഡിസിഷൻ ഞങ്ങൾ വരുന്നതിന് മുമ്പ് എടുത്തതല്ലേ? അന്യായമായ താല്പര്യം മൂലമാണോ അന്ന് പോളിസി ഡിസിഷൻ എടുത്തത്? അപ്പോൾ നാട്ടിൽ ഒരു വലിയ പ്രോജക്റ്റ് വരുന്നു, ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നു, തൊഴിൽ സാധ്യത വരുന്നു, നാടിനാവശ്യമാണ്. ഇതാണ് പോളിസി ഡിസിഷൻ എടുക്കാൻ കാര്യം. ഇവിടെ എൻവയോൺമെൻറ്റ് ശ്രീ ഹരീഷ് വാസുദേവൻ പറഞ്ഞത് എന്തിനാണ് സ്റ്റേറ്റ് ഗവൺമെൻറ് അവിടെ വരുന്നത്? സ്റ്റേറ്റ് ഗവൺമെൻറ് എന്താ പറഞ്ഞത്? സ്റ്റേറ്റ് ഗവൺമെൻറ് പറഞ്ഞത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ നിയമങ്ങൾ, ആ നിയമങ്ങൾ ചോദ്യം ചെയ്യേണ്ട ബോഡി ഗ്രീൻ ട്രിബ്യൂണൽ അല്ല. സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ നിയമങ്ങൾ, ഇവിടെ ലാൻഡ് സീലിംഗ് ആക്ട്, ഇവിടുത്തെ തണ്ണീർത്തട നിയമം ഉണ്ടെങ്കിൽ അത്, ഇവിടെ ഭൂമി നികത്തണമോ വേണ്ടയോ എന്നുള്ളത്, ഇവിടെ ക്ഷേത്രത്തിന് കുഴപ്പം വരുമോ എന്നുള്ളത്, ഇതെല്ലാം ഇവർ പറയുന്ന മുഴുവൻ ആർഗ്യുമെൻസും പല അപ്പലൻസിനെ കൊണ്ട് ഇവർ കൊടുത്തിരുന്നു. അതൊക്കെ സ്റ്റേറ്റ് ഗവൺമെൻറ് തീരുമാനിക്കേണ്ട കാര്യമാണ്. ഗ്രീൻ ട്രിബ്യൂണൽ തീരുമാനിക്കേണ്ട ഒരേ ഒരു കാര്യമേ ഉള്ളൂ, അത് എൻവയോൺമെൻ്റൽ ക്ലിയറൻസ്. ആ ക്ലിയറൻസ് കൊടുത്തത് ശരിയോ തെറ്റോ എന്ന് നോക്കേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. അത് മാത്രമേ അവർ പരിശോധിച്ചുള്ളൂ. ബാക്കിയുള്ള കാര്യം ഗവൺമെൻറ്റിൻ്റെ അഡ്വക്കേറ്റ് പറഞ്ഞത് ആ കോടതി അംഗീകരിച്ചു. EAC എൻവയോൺമെൻ്റൽ അപ്രൈസൽ കമ്മിറ്റി തീരുമാനിച്ചത് ഇല്ലീഗലാണ് എന്ന് പറഞ്ഞു. എന്തുകൊണ്ട് ഇല്ലീഗലാണ് എന്ന് ട്രിബ്യൂണൽ പറഞ്ഞു. അതായത് അടിസ്ഥാനം അല്ലെങ്കിൽ പാനലിൽ ഇല്ലാത്ത ഒരു കൺസൾട്ടന്റിനെ വെച്ചിട്ട് പഠനം നടത്തി ഓൺ ദി ബേസിസ് ഓഫ് ദാറ്റ് റിപ്പോർട്ട് EAC നടപടിയെടുത്തത്. താങ്കൾ പറയുന്നതിനനുസരിച്ചാണെങ്കിൽ പാരിസ്ഥിതിക അനുമതി നൽകേണ്ടതുണ്ടോ ഇല്ലയോ എന്ന കാര്യം മാത്രം ഹരിത ട്രൈബ്യൂണൽ പരിശോധിച്ചാൽ മതി. മറ്റു കാര്യങ്ങളൊക്കെ സംസ്ഥാനത്തെ നിയമങ്ങൾ അനുസരിച്ച് സംസ്ഥാന സർക്കാരാണ് പരിശോധിക്കേണ്ടത് എന്ന് താങ്കൾ വാദിക്കുന്നു. അങ്ങനെയെങ്കിൽ റവന്യൂ വകുപ്പ് തന്നെ അവിടെ ഭൂമി കൈമാറ്റം ചെയ്തതിൽ ക്രമക്കേടുണ്ടായിട്ടുണ്ട്, റവന്യൂ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെടുന്നു, കളക്ടർ തന്നെ ഇത് മിച്ചഭൂമിയുണ്ട് അത് ഏറ്റെടുക്കണം എന്നാവശ്യപ്പെടുന്നു. ഇത്തരം പല ശുപാർശകൾ പല കാലങ്ങളിലായി മുന്നോട്ട് വയ്ക്കപ്പെട്ടിട്ടുണ്ട്. അതിന്മേലൊന്നും ഒരു നടപടിയും സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിട്ടില്ല. അങ്ങനെ വരുമ്പോൾ ഈ പദ്ധതിയെ ഏത് നിയമവ്യവസ്ഥ അംഗീകരിക്കാതിരുന്നാൽ പോലും ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകണം എന്നതായിരുന്നില്ലേ സംസ്ഥാന സർക്കാരിൻ്റെ ആഗ്രഹം? സംസ്ഥാന സർക്കാരിന് പൊതു താല്പര്യമുള്ള ഈ പ്രോജക്റ്റ് വരണം എന്ന് തന്നെയാണ് താല്പര്യം. പക്ഷേ അതിന് മിച്ചഭൂമി വ്യവസ്ഥ ഉണ്ടെങ്കിൽ ഇവിടെ ഏതെങ്കിലും ഒരു മെഡിക്കൽ കോളേജ് വരാൻ പറ്റുമോ? ഇവിടെ ഏത് സ്വകാര്യ മേഖലയിൽ ഏതെങ്കിലും ഒരു പ്രോജക്റ്റ് വരാൻ സാധിക്കുമോ? അതിന് എക്സംഷൻ കൊടുക്കാനുള്ള പ്രൊവിഷനും ആ നിയമത്തിനകത്ത് തന്നെ ഉണ്ട്. ആ നിയമത്തിനുള്ളിൽ നിന്നുകൊണ്ട് എക്സംഷൻ കൊടുത്ത് ഈ പ്രോജക്റ്റ് നടപ്പിലാക്കാൻ നിയമവിധേയമായ മാർഗങ്ങളിലൂടെ ഈ ഗവൺമെൻറ് ശ്രമിക്കുന്നുവെന്നേ ഉള്ളൂ. ഇവിടെ എൻ്റെ സുഹൃത്ത് ശ്രീ അനന്തഗോപൻ പറഞ്ഞു ഒരുപാട് നിയമവിരുദ്ധമായ മാർഗങ്ങൾ സ്വീകരിച്ചു എന്നൊക്കെ. ആ നിയമവിരുദ്ധമായ മാർഗങ്ങൾ സ്വീകരിച്ചു എങ്കിൽ അതിൻ്റെയൊക്കെ ഉത്തരവാദിത്വം LDF ഗവൺമെന്റിന് തന്നെയാണ്. അല്ലാതെ ഞങ്ങളെ കുറ്റം പറയാൻ രണ്ട് സർക്കാരുകൾക്കും LDF-നും UDF സർക്കാരിനും ശ്രീ അനന്തഗോപൻ LDF സർക്കാരിനും UDF സർക്കാരിനും ഒരുപോലെ ഉത്തരവാദിത്തമുണ്ട്. അതിന് അനുമതി നൽകാൻ തത്വത്തിലാണെങ്കിലും അനുമതി നൽകാൻ തീരുമാനമെടുത്തത് തെറ്റായിപ്പോയി എന്ന് CPM-ന്റെ മുതിർന്ന നേതാക്കൾ തുറന്നു തന്നെ സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ കുറെ കൂടി തുറന്ന് സംസാരിച്ചാൽ ഈ പദ്ധതിയിൽ ഏതൊക്കെ വിധത്തിലുള്ള നിയമലംഘനങ്ങൾ നടന്നു എന്നാണ് CPM കരുതുന്നത്? അതിന് ഏതൊക്കെ കാലഘട്ടങ്ങളിൽ ആരുടെയൊക്കെ ഇടപെടലുകൾ ഉണ്ടായി എന്ന് തുറന്ന് സമ്മതിക്കേണ്ടി വരില്ലേ CPM-ന്? ഈ പദ്ധതിയെ സംബന്ധിച്ചിടത്തോളം പ്രാഥമിക അനുമതി നൽകിയത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റാണ് എന്നത് എല്ലാവർക്കും അറിയാം. അത് സംബന്ധിച്ചെല്ലാം ഒട്ടേറെ ചർച്ചകൾ നടന്നിട്ടുള്ളതാണ്. എന്നാൽ
ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ഏതെങ്കിലും ഒരു നിയമലംഘനത്തിനിടയാകുന്ന നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടോ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ഒരു പ്രാഥമികമായ അനുമതി കൊടുത്താൽ ഒരു വിമാനത്താവളം ഇവിടെ വരുമോ? ഈ വിമാനത്താവളത്തിന് എല്ലാ ക്ലിയറൻസും നൽകേണ്ടത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വിവിധ വകുപ്പുകളല്ലേ? ആ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വിവിധ വകുപ്പുകളിൽ നിന്ന് നിയമവിരുദ്ധമായും അവിധ സ്വാധീനം ഉപയോഗിച്ചും അനുമതികൾ വാങ്ങിയത് ഐക്യജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ ഇടപെടലിൻ്റെ ഭാഗമായിട്ടല്ലേ? പ്രതിരോധ വകുപ്പ് നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് കൊടുത്തു എന്ന് അവർ സമ്മതിക്കുന്നു. അതുപോലെ തന്നെ ഏവിയേഷൻ വകുപ്പ് അവർ അനുമതി കൊടുത്തിരിക്കുന്നു പറയുന്നു. പരിസ്ഥിതി മന്ത്രാലയം അനുമതി കൊടുത്തിരിക്കുന്നു. അങ്ങനെ നിരവധിയായിട്ടുള്ള വകുപ്പുകളിൽ നിന്നുള്ള അനുമതി വാങ്ങിയെടുക്കുന്നതിന് തെറ്റായ വിവരങ്ങൾ നൽകിയത് സംസ്ഥാന ഗവൺമെൻറ്റാണ്. അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അല്ല. അതേപോലെ തന്നെ ഇപ്പോൾ ഏറ്റെടുത്ത മിച്ചഭൂമി തിരിച്ചു കൊടുക്കാൻ എവിടെയാണ് നിയമമുള്ളത്? ഏറ്റെടുത്ത മിച്ചഭൂമി അത് ഭൂരഹിതർക്ക് വിതരണം ചെയ്യാനല്ലാതെ അതിന് തിരിച്ച് വീണ്ടും ഭൂവുടമയ്ക്ക് വിട്ടുകൊടുക്കാൻ ഒരു നിയമവും അനുവദിക്കുന്നില്ല. അതുപോലെ തന്നെ തണ്ണീർത്തട നിയമം, നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം ആറന്മുളയ്ക്ക് ബാധകമല്ല എന്ന് പറഞ്ഞത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ്. താങ്കളുടെ വിശദീകരണങ്ങളിലേക്ക് മടങ്ങിയെത്താം. ശ്രീ ശിവദാസ് നായരിലേക്ക് ഒരിക്കൽ കൂടി. ശ്രീ ശിവദാസ് നായർ, ഇന്ന് KPCC പ്രസിഡന്റിന്റെ പ്രതികരണം വന്നത് നിയമങ്ങളും നിയമവ്യവസ്ഥകളും അട്ടിമറിച്ച് അനുമതികൾ വാങ്ങിയെടുക്കാൻ കമ്പനികൾ നടത്തിയ ശ്രമങ്ങൾക്കുണ്ടായ തിരിച്ചടിയാണ് ഹരിത ട്രൈബ്യൂണലിന്റെ വിധി എന്നാണ്. കമ്പനികൾ നടത്തിയ ശ്രമങ്ങൾ, നിയമങ്ങളും നിയമവ്യവസ്ഥകളും അട്ടിമറിച്ച് അനുമതികൾ വാങ്ങിയെടുക്കാൻ കമ്പനികൾ നടത്തിയ ശ്രമം എന്ന് പറയുമ്പോൾ അത് ആരിൽ നിന്ന് വാങ്ങിയെടുക്കാൻ നടത്തിയ ശ്രമം എന്ന് കോൺഗ്രസിന് വിശദീകരിക്കേണ്ടി വരും. എങ്ങനെയാണ് ഈ അനുമതികൾ വാങ്ങിയെടുക്കുന്നത് എന്ന് കോൺഗ്രസിന് വിശദീകരിക്കേണ്ടി വരും. സ്വാഭാവികമായും സംസ്ഥാന സർക്കാരിന് ഇക്കാര്യത്തിൽ ഉത്തരവാദിത്തമുണ്ട് എന്ന് തന്നെയാണ് KPCC പ്രസിഡന്റ് ഇന്ന് പറയാതെ പറഞ്ഞു വെക്കുന്നത്. അത് KPCC പ്രസിഡന്റിനോട് ചോദിക്കേണ്ട ചോദ്യമാണ്. അദ്ദേഹം എങ്ങനെയാണ് ഇത് മേടിച്ചെടുക്കുന്നത് എന്നുള്ളത് വല്ലതും അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിനോട് ചോദിക്കുകയും മറുപടി വാങ്ങുകയും ചെയ്യണം. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പ്രോജക്റ്റ് ജനപ്രതിനിധി എന്നുള്ള നിലയിൽ നിയമവിധേയമായ മാർഗങ്ങളിലൂടെ എല്ലാ ക്ലിയറൻസുകളും ലഭ്യമാക്കി നടപ്പിലാക്കണം എന്നാണ് എൻ്റെ നിലപാട്. ആ നിലപാട് പത്തനംതിട്ട ജില്ലയിലെ ജനങ്ങൾ, ആറന്മുള നിയോജകമണ്ഡലം